നോക്കൂ, നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആകാംക്ഷ എന്തായിരിക്കും? MLA-മാരുടെ മാർക്കിൽ ആദ്യം എത്തി നിൽക്കുന്നത് ആരൊക്കെയാണ്? ഇപ്പോഴിതാ ഈ മണിക്കൂറിൽ നമുക്ക് 3:30 വരെയുള്ള കണക്ക് വെച്ച് നമുക്ക് 30 പേരാണ് ഇതിൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. 30 പേർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓരോ മണ്ഡലം തിരിച്ച് നോക്കിയാൽ 30 പേരിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ടവർ വരുന്നത് എന്നത് ആകാംക്ഷ കൂടി ഉണ്ടാകും. ഇതിൽ ആരൊക്കെയാണ് ജനകീയരായി മാറിയിരിക്കുന്നതെന്നും കൂടി നോക്കണം. നോക്കൂ, മാവേലിക്കര MLA MS അരുൺകുമാറാണ് ഒന്നാമത്. 8.86 അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട്. നോക്കൂ ഷഫീഖ്, എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ തന്നെ MS അരുൺകുമാർ മുന്നിലുണ്ട്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്താണ് രണ്ടാമത് നിൽക്കുന്നത്, 8.73. വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതെ, VK പ്രശാന്ത് ഇതാ രണ്ടാമതെത്തി നിൽക്കുന്നു. ഹരിപ്പാട് MLA മുൻ പ്രതിപക്ഷ നേതാവ് മുൻ മന്ത്രിയുമായ രമേശ് ചെന്നിത്തല മൂന്നാമതുണ്ട്, 8.64. യുവാക്കളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല ഉണ്ട് അതിനകത്ത്. അതെ, നമുക്ക് നോക്കണം രഞ്ജിത്ത്, മുഴുവൻ പേരുടെയും കണക്ക് നോക്കാം. അഴീക്കോട് MLA KV സുമേഷ്, എനിക്ക് തോന്നുന്നു KV സുമേഷും വോട്ടിംഗിന്റെ തുടക്കം മുതൽ മുന്നിലുള്ളയാളാണ്. KV സുമേഷ് 8.64. പറവൂർ MLA പ്രതിപക്ഷ നേതാവ് VD സതീശൻ 8.56. നോക്കൂ, മാവേലിക്കര MLA MS അരുൺകുമാർ, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല, അഴീക്കോട് MLA KV സുമേഷ്, പറവൂർ MLA VD സതീശൻ എന്നിവരാണ് ആദ്യ 5 പേർ. ഈ ആദ്യത്തെ 5 പേരുടെ കണക്കെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ ഭരണകക്ഷിയിൽപ്പെട്ട യുവ MLA-മാരായ 3 പേരോടാണ് പ്രതിപക്ഷത്തുള്ള 2 മുതിർന്ന MLA-മാർ ഏറ്റവും ടൈറ്റായി ഫൈറ്റ് ചെയ്യുന്നുള്ള വളരെ രസകരമായൊരു കാഴ്ച. യുവ MLA-മാരെ UDF-ൽ ചാണ്ടിയുമ്മൻ 6ാമതുണ്ട്. പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ 8.52. കൽപ്പറ്റ MLA ടി സിദ്ദിഖ്, കോൺഗ്രസിന്റെ തന്നെ MLA ടി സിദ്ദിഖ് 8.51. കോന്നി MLA KU ജനീഷ് കുമാർ 8.48. കല്യാശ്ശേരി MLA M വിജിൻ 8.42. ബേപ്പൂർ MLA മുഹമ്മദ് റിയാസ് 8.38. ഒരു മന്ത്രി ഇതാ എത്തിയിരിക്കുകയാണ് ആദ്യ 10ലേക്ക്. എനിക്ക് തോന്നുന്നു ആദ്യ 10ലുള്ള ആളിൽ മന്ത്രിയായി മാത്രമാണ്. പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്. ഇതാ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയിരിക്കുന്നു 10ാമത്. ഇത് MLA-മാരുടെ കണക്കാണ്. ചാണ്ടിയുമ്മൻ, ടി സിദ്ദിഖ്, ജനീഷ് കുമാർ, M വിജിൻ, മുഹമ്മദ് റിയാസ്. ഇതിൽ ആദ്യ 10 പേരുടെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത 10ലേക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകളാണ്. 11ാമത് പാറശാല MLA CK ഹരീന്ദ്രനാണ്. ഒരുപക്ഷെ അങ്ങനെ നമ്മൾ മാധ്യമങ്ങളിലൊന്നും അധികം കേട്ടിട്ടില്ലാത്ത പേരാണ്, പക്ഷേ CK ഹരീന്ദ്രൻ 11ാമത് എത്തുന്നു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, ഇതാ മലബാറിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട MLA ആയ ലിൻഡോ ജോസഫ് 12ാമതുണ്ട്. വാമനപുരം MLA DK മുരളി 8.29 ആണ് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട്. PK കുഞ്ഞാലിക്കുട്ടി, വേങ്ങര MLA PK കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി തുടക്കം മുതൽ ഈ വോട്ട് ഇത്രയും വോട്ടുകൾ. അതെ, പട്ടാമ്പി MLA മുഹമ്മദ് മൂസിനുണ്ട് 8.23 അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, എല്ലാം 8 പോയിന്റ് ഉണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴിതാ നമ്മൾ ആദ്യ 15 പേരെ പരിശോധിച്ചു കഴിഞ്ഞു. അതിൽ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, VD സതീശൻ, രമേശ് ചെന്നിത്തല, മുഹമ്മദ് റിയാസ് തുടങ്ങിയ പ്രമുഖരെല്ലാവരും തന്നെ ഇതിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെടുമങ്ങാട് MLA GR അനിൽ, മന്ത്രി GR അനിലാണ് 8.2 വോട്ട് നേടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹം 17ാമതാണ് 8.15. രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇത് നമ്മൾ അടുത്തൊരു വോട്ടിംഗ് പാറ്റേൺ എന്ന രീതിയിലല്ല, നമ്മുടെ ഓൺലൈൻ സർവേയിൽ വന്ന കണക്കനുസരിച്ച് മുഖ്യമന്ത്രി 17ാമതാണ്. 18ാമത് തൃത്താല MLA മന്ത്രി MB രാജേഷ്, തദ്ദേശ മന്ത്രി MB രാജേഷ് 8.14 വോട്ടാണ്. 19ാമത് ഇരവിപുരം MLA M നൌഷാദാണ്, അദ്ദേഹത്തിന് ലഭിക്കുന്നത് 8.09. ഒല്ലൂർ MLA-യും മന്ത്രിയുമായ K രാജൻ 8.08 അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടിംഗ്. നോക്കൂ, GR അനിൽ, പിണറായി വിജയൻ എല്ലാവരും തന്നെ ആ ഗണത്തിലേക്ക് എത്തുമ്പോൾ പേരാവൂർ MLA-യും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ് 8.06 അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട്. KPCC അധ്യക്ഷൻ 21ാമതാണ് കേട്ടോ. ചവറ MLA സുജിത്ത് വിജയൻ പിള്ള 8.03. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം വീണ്ടും ലീഗിന്റെ ഒരു MLA എത്തുകയാണ് 8.8. അതെ, നമ്മുടെ സ്പീക്കർ ഇത് 24ാമതാണ്. തലശ്ശേരി MLA-യും സ്പീക്കറുമായ AN ഷംസീറിന് 8 പോയിന്റാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ 25ാമതുണ്ട്. വിവാദങ്ങൾക്കിടയിലും കടകംപള്ളിക്ക് അതാണ് അദ്ദേഹത്തിന് കൃത്യമായി വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 8 പോയിന്റാണ് കിട്ടുന്നത്. ആലുവ MLA അൻവർ സാദത്തുണ്ട്, ജനകീയനായ അദ്ദേഹം 26ാമതുണ്ട് 7.99. കുറ്റ്യാടി MLA KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ 7.96. ചെങ്ങന്നൂർ MLA-യും മന്ത്രിയുമായ സജി ചെറിയാൻ 7.94. ഒരുപാട് വിവാദങ്ങൾ, പക്ഷേ സജി ചെറിയാൻ ഇതാ വോട്ടിംഗിൽ മുന്നിലെത്തുകയാണ്.
കുന്നംകുളം MLA AC മൊയ്തീൻ 7.93. കരുവന്നൂർ ഒന്നും ബാധിച്ചിട്ടില്ലേ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏറ്റുമാനൂർ MLAയും മന്ത്രിയുമായ VN വാസവൻ 7.91. സ്വർണ്ണക്കൊള്ള കത്തി നിൽക്കുമ്പോൾ VN വാസവൻ 30ാമതാണെങ്കിലും അദ്ദേഹവും ആദ്യ 30ൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ്. വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. അൻവർ സാദത്തുണ്ട്, KP കുഞ്ഞാമത് കുട്ടി മാസ്റ്ററുണ്ട്, സജി ചെറിയാൻ, AC മൊയ്തീൻ, VN വാസവൻ